ഹലോ ഗായ്സ്, ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഓഗസ്റ്റ് 13 രാത്രി ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 11:40 ആ ഒരു ടൈമായിട്ടുണ്ട്. നാളെ അതായത് ഓഗസ്റ്റ് 14 കുഞ്ഞുവിൻ്റെ ബർത്ത്ഡേ. ആൾക്കപ്പോൾ 24 വയസ്സാവുകയാണ്. അപ്പോൾ ബർത്ത്ഡേ കേക്ക് എല്ലാം നേരത്തെ തന്നെ വാങ്ങിച്ച് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. കുഞ്ഞു അത് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിലും അറിയാത്ത പോലെ ഇപ്പോൾ ഭാവിക്കത്തുള്ളൂ, അത് വേറൊരു കാര്യം. അപ്പോൾ കീപ്പിംഗ് ഓൾ ദാറ്റ് അസൈഡ്, നമ്മൾ എക്സാക്റ്റ് ടൈം ആകുന്നതിന് കുറച്ച് മുന്നേ പോയിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് കുഞ്ഞുവിനെ പോയി നമ്മൾ വിളിച്ച് ബർത്ത്ഡേ അങ്ങ് വിഷ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരിക്കും കുഞ്ഞിൻ്റെ റിയാക്ഷനും. ചിലപ്പോൾ സർപ്രൈസ്ഡ് ആയിട്ട് കാണിക്കും, ചിലപ്പോൾ സർപ്രൈസ്ഡ് ആവാത്ത പോലെ നോർമലി വന്ന് കേക്ക് കട്ട് ചെയ്യാം. എന്തായാലും എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആൻഡ് ഐ ആം സോ ഹാപ്പി ഫോർ ഇറ്റ്. അപ്പോൾ നമുക്ക് നേരെ കേക്ക് സെറ്റാകുന്ന പരിപാടിയിലേക്ക് കിടക്കാം. ടേബിൾ സെറ്റ് ചെയ്യാം ആദ്യം, എന്നിട്ട് ടേബിൾ വൃത്തിയാക്കിയിട്ട് പയ്യെ കേക്ക് എടുത്തുകൊണ്ട് വരാം, ക്യാൻഡിൽ കത്തിക്കാം, എന്നിട്ട് സമയമാകുമ്പോൾ കുഞ്ഞിനെ ഇൻവൈറ്റ് ചെയ്യാം. എപ്പടി ചലോ. കുഞ്ഞാപ്പി അപ്പുറത്തിരുന്ന് ഭയങ്കര ബഹളാന്ന് തോന്നുന്നുണ്ട്. സൗണ്ട് കേൾക്കാം അവിടെ. ഞങ്ങൾക്ക് കേൾക്കണ്ടോന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇന്ന് കുഞ്ഞിൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കുഞ്ഞു എന്തായാലും ഒരു വീഡിയോ ഇടും, ഷോർട്സ് ആയിട്ടോ ഫുൾ ലെങ്ത് വീഡിയോ ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുഞ്ഞ് എന്തായാലും ഇടും. അപ്പോൾ അത് നമുക്ക് കാണാം. കേക്ക് എടുത്തു, കേക്ക് എത്തി ഗൈസ്. ഇതിവിടെ ക്യാമ്പസിൻ്റെ അകത്ത് തന്നെയുള്ളൊരു ബേക്കറിയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടോ, ദീപക് ബേക്കറിയിൽ നിന്ന്. ആക്ച്വലി എൻ്റെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കുഞ്ഞിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ദിശ എന്ന് പറഞ്ഞിട്ട്. ആ ചേച്ചി നല്ല അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കും. അപ്പോൾ ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ആഗ്രഹിക്കുന്നില്ല, നടക്കില്ലല്ലോ. ഓ മാൻ, ചെറിയൊരു വള്ളി കിട്ടുമോ എന്ന് ഡൗട്ട്. കേക്ക് ഇല്ല ഇപ്പം തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മെസ്സാവും തോന്നുന്നുണ്ട്. തുറന്ന് തന്നെ വെക്കാം നമുക്ക്, കാരണം പാനിൽ നീങ്ങി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. നീ വണ്ടി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയത് കൊണ്ടാവണം. നമുക്ക് എന്തായാലും കുഞ്ഞു 42 വയസ്സായെന്നുള്ള രീതിണ്ട, അല്ല 24 വയസ്സാണ്, സോറി. അതിന് 4 കയ്യിൽ വന്നു. വേണ്ടട്ടോ, നീ ചായ അടിച്ചാൽ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഇപ്പം കുത്തി വെക്കാം. 24 2 ഇതാണ് കേക്ക്. ആക്ച്വലി ഇതൊരു പൈനാപ്പിൾ കേക്കാണ്. എല്ലാ തവണയും കുഞ്ഞിന് ചോക്ലേറ്റും ബ്ലാക്ക് ഫോറസ്റ്റൊക്കെ മാറി മാറി വാങ്ങിച്ചു കൊടുക്കുന്നത്. കഴിഞ്ഞ തവണയും ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ തന്നെയായിരുന്നു. ഇവിടുത്തെ ബ്ലാക്ക് ഫോറസ്റ്റ് എനിക്ക് വലിയ ഇഷ്ടമുള്ള ടേസ്റ്റ് ഒന്നും എനിക്ക് പിടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പൈനാപ്പിൾ വാങ്ങിക്കാന്ന്. അതും ഒരു പിങ്ക് തീമാണ്. കുഞ്ഞു പിങ്കിൻ്റെ ആളാണല്ലോ, ഒരു പിങ്ക് തീമാണ് ആദ്യം പിടിക്കാൻ പറ്റും. അപ്പോൾ ഇനി ടൈം ആകുമ്പോൾ നമുക്ക് കുഞ്ഞിനെ വിളിച്ച് സംഭവങ്ങൾ കത്തിക്കാം. ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. ബാക്കി ക്യാൻഡിൽസ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ ധാരാളമായി 24 മാത്രം മതി. വെറുതെ ഓവർ എക്സ്പോസ്ഡ് ആയിട്ട് ഒരുപാട് ക്യാൻഡിൽസ് വെക്കുന്നതിൽ എത്രയോ ബെറ്ററാണ് ഈ 2 ക്യാൻഡിൽ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കത്തി ഇവിടെ വെക്കാം. ഇനി നമുക്ക് തീ എടുത്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാം. ടൈം ആകുമ്പോൾ എടുത്തിട്ട് കത്തിച്ചിട്ട് കുഞ്ഞിനെ പോയി വിളിക്കാം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതിപ്പോൾ കുഞ്ഞുവിൻ്റെ കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ, പണ്ട് എനിക്ക് അങ്ങനെ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതിപ്പോൾ കുഞ്ഞുവിൻ്റെ 3ാമത്തെ ബർത്ത്ഡേ, ഞങ്ങളുടെ 4ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ് വരാൻ പോകുന്നത്. സമയം വളരെ പെട്ടെന്നാണ് കടന്നു പോയത്. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ട്. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ എടുത്തതിൽ ഏറ്റവും വലിയൊരു മികച്ചൊരു ബെസ്റ്റ് ഡിസിഷൻ കുഞ്ഞിനെ ലൈഫ് പാർട്ട്ണറായിട്ട് സെലക്ട് ചെയ്തതാണ്. ഈ ഒരു ഒക്കേഷനിൽ പറയാതെ തീരെ വയ്യ. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞു എൻ്റെ ലൈഫിൽ വന്നു കഴിഞ്ഞ പിന്നെ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ഞങ്ങളുടെ കുഞ്ഞാപ്പി, ഞങ്ങളുടെ ഈ ഒരു ലൈഫ്, സ്ട്രഗിൾസ് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ആ സ്ട്രഗിളിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആള് നമ്മളെ എന്താ പറയുക, താങ്ങായും തണലായും എപ്പോഴും കൂടെ ഉണ്ടെങ്കിൽ അതിനെ വേറെ ഒന്നും പറയാൻ എങ്ങനെ പറയണം, എനിക്കത് പറയാൻ വാക്കുകളൊന്നും കിട്ടുന്നില്ല. പക്ഷെ ഐ റിയലി ഫീൽ വെരി ഹാപ്പി ഫോർ ഹർ. കാരണം ഷീസ് എ ജെം ഓഫ് എ ജെം, അങ്ങനെ പറയാം. കാരണം ഇതുപോലൊരു പാർട്ട്ണറെ കിട്ടാൻ ഒരുപാട് മുന്നേ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവണല്ലേ. അത്ര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ കിട്ടുക വെച്ചാൽ അത് വലിയൊരു ബ്ലെസ്സിങ് തന്നെയാണ്. ചെറിയ കുഞ്ഞു വാശികളും ചെറിയ നിസ്സാര കാര്യങ്ങൾക്കുള്ള വഴക്കുകൾ ഒഴിച്ചാൽ ആള് പൊളിയാണ്. പക്ഷെ ആ വഴക്കുകളും വാശികളുമാണ് ഞങ്ങളുടെ ബന്ധം കുറച്ചും കൂടെ റിജിഡാക്കി വെക്കുന്നത്. ഈ ബർത്ത്ഡേക്ക് എനിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു.
ബർത്ത്ഡേ ആണ് വരെ വെയിറ്റ് ചെയ്തില്ല. അതിന് പിന്നെ ഓഫ് കോഴ്സ് ദിസ് iPhone 17 Pro. പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന കുഞ്ഞിൻ്റെ മൈക്കാണ്. ഈ മൈക്കും ഗിഫ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ലൈക്ക് ഇത് ഇപ്പോൾ ഞാനിപ്പോൾ ഫോൺ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടും മൈക്ക് എൻ്റെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എല്ലാ തവണയും ലൈക്ക് ഞാൻ വലിയ ഗിഫ്റ്റ്സ് ഒന്നും അങ്ങനെ കൊടുക്കാറൊന്നുമില്ല. ഇപ്പോൾ ലാസ്റ്റ് ടൈം ആയാലും എനിക്ക് പ്രത്യേകിച്ചൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അതിന് മുന്നത്തെ തവണ ഞാൻ ഡിന്നർ ഡേറ്റ് ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചെറിയ ചെറിയ ഗിഫ്റ്റ്സ് എന്തെങ്കിലും, പിന്നെ ഡ്രസ്സുകൾ എടുത്ത് കൊടുക്കുക, അങ്ങനെ ചെറിയ ചെറിയ ഗിഫ്റ്റ്സ് ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ്സ് കുഞ്ഞിന് കൊടുക്കുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുമില്ല, പക്ഷേ ഞാൻ ചോദിക്കാണ്ട് കൊടുത്തതാണ്. നമ്മൾ ഡിസേർവ് ചെയ്യുന്ന ഒരാൾക്ക് ഡിസേർവ് ചെയ്യുന്ന ഗിഫ്റ്റ് കൊടുക്കുന്നതിൽ ഒരു തെറ്റില്ല. ഇതൊക്കെ ഞാനിപ്പോൾ എന്തിനിങ്ങനെ പറയുന്നതെന്നുള്ളൂ എനിക്കറിയില്ല, പക്ഷേ പറയാൻ തോന്നി പറഞ്ഞു. ഇപ്പോൾ ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് 11:55 ആയിട്ടുണ്ടാവും. എന്തായാലും ഒരു 2 മിനിറ്റ്സും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും കേക്ക് ലൈറ്റ് കത്തിക്കും, അതായത് ക്യാൻഡിൽ കത്തിക്കും. എന്നിട്ട് പയ്യെ പോയി കുഞ്ഞിനെ വിളിക്കും. കുഞ്ഞൊക്കെ എന്തായാലും എണീറ്റിരിക്കണം, അപ്പുറത്ത് ബഹളം കേൾക്കുന്നുണ്ട്. അമ്മയോട് സംസാരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഷീൽ ബി പ്രോബബ്ലി റെക്കോർഡിങ് എഡിറ്റിംഗ് ഹർ വീഡിയോസ്. കോമഡി ഒന്നുമല്ല, കുഞ്ഞു ഇപ്പോൾ ഈ വീഡിയോനെ എഡിറ്റ് ചെയ്യുമ്പോഴായിരിക്കും കോമഡി ആവുന്നത്. എന്തൊക്കെയൊക്കെ ഏട്ടൻ പറഞ്ഞേക്കണമെന്നായിരിക്കും കുഞ്ഞു വിചാരിക്കുന്നത്. ഈ വീഡിയോ ഒന്നും ഞാൻ എഡിറ്റ് ചെയ്യില്ല, അതൊക്കെ എഡിറ്റ് എല്ലാം കുഞ്ഞു തന്നെയാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് ഡ്യൂട്ടീൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോസ് എല്ലാം കുഞ്ഞു തന്നെയായിരിക്കും എഡിറ്റ് ചെയ്യുക. പിന്നെ എനിക്ക് ഫോട്ടോസ് എഡിറ്റ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പോകും. ഫോട്ടോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ കിടന്നുറങ്ങും. എന്നിട്ട് രാവിലെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ഈ വീഡിയോയിൽ എഡിറ്റ് ചെയ്യാൻ പോകുന്ന കുഞ്ഞാണ്. പിന്നെ ഞാനൊരു റീൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ടൈം ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ആവും. 12:59 ആയി. ഞാൻ എന്തായാലും കത്തിക്കാൻ പോവാണ്. നോക്കാം, നമുക്ക് 1 മിനിറ്റും കൂടെ അല്ലേ ഉള്ളൂ, കത്തിച്ചേക്കാം. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അടിപൊളി, കത്തുന്നില്ല. കത്തിച്ചു, അങ്ങനെ കത്തിച്ചു ഗൈസ്. ഫൈനലി ഓക്കെ. അമ്മയും താത്തും കൂടെ കട്ടി കത്തി. ശരി വെച്ചോ. ബർത്ത്ഡേ കുഞ്ഞു, ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ കുഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അമ്മാമ്മക്ക് കൊടുക്കണോ? അമ്മാമ്മക്ക് അമ്മാമ്മക്ക് കൊടുത്തു, അച്ഛന് കൊടുത്തു. അമ്മാമ്മക്ക് കൊടുത്ത് ഓ ശരി. ബൈ. ശരി ശരി. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കാഴ്ച ക്രീം ഒരു അറ്റത്തുനിന്ന് തോണ്ടിയെടുത്ത് വായിൽ വെച്ചു തന്നു. ഞാനല്ലേ വായിൽ വെച്ചു. നമുക്ക് ആരുമായിട്ടൊരു മത്ലബുമില്ല. അതൊന്നും കണ്ടില്ലേ, കേക്കിന്റെ ഫോട്ടോ പോലും എടുത്തിട്ടില്ല. ഞാൻ എന്റെ ഫോൺ അവിടെ ആയിരുന്നില്ല. നമുക്ക് ഈ വീഡിയോ ഇടാം. നല്ല സൂപ്പർ കേക്ക്. ഞാൻ കൊണ്ടുവച്ചിട്ട് വരാം. അത് ആ സൈഡിൽ നിന്ന് തെന്നിപ്പോ. ഇങ്ങനെ കേക്ക് മുറിക്കുന്ന പരിപാടിയും കഴിഞ്ഞു. എല്ലാം പടപടയെന്നായിരുന്നു. കാരണം എന്റെ ഫോൺ അപ്പുറത്തെ റൂമിലായിരുന്നോണ്ടേ കേക്കിന്റെ ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് വല്ലാത്തൊരു നഷ്ടമായി. അല്ല, ഞാൻ പറഞ്ഞ ഫോൺ അപ്പുറത്തോണ്ട് കേക്കിന്റെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ലാന്ന്. സാറില്ല, കേക്ക് കഴിക്കാൻ പറ്റില്ലേ? നാളെ ഡിന്നർ ഡേറ്റ് കുഞ്ഞുണ്ട്. ഞാൻ ഓഫർ ചെയ്തേക്കണത് നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്കാണ്.
ഞാൻ ഓഫർ ചെയ്തേക്കുന്നു. മേടിച്ചിട്ടില്ല ഗിഫ്റ്റ് ആയിട്ട് ഡിന്നർ ഡേറ്റ്. ഞാൻ ഗിഫ്റ്റ് ഓൾറെഡി കൊടുത്തല്ലോ. എനിക്ക് ഓൾറെഡി ഇതാണ് എന്റെ ആനിവേഴ്സറി ഗിഫ്റ്റും. ആ ഫോണാണ്, ഐ മീൻ ഫോൺ ഇപ്പോഴും ഐഫോൺ ആണ് എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഗൈസ്. സോ ഇന്ന് ഡിന്നർ ഡേറ്റ് ഉണ്ടാവും. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണതാണ് ഗൈസ്. പിന്നെ നേരത്തെ വിളിച്ചത് അമ്മയാണ്. അമ്മ ലൈക്ക് ഒരു പരിപാടി ഉണ്ട്, അവിടെ ഒരു സ്കിറ്റ് ഉണ്ട്. സോ അതിന് വേണ്ടി പ്രാക്ടീസിന് പോയേക്കാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് കുറെ പേരുണ്ടായിരുന്നു. അപ്പൊ അവരും എന്റെ കേക്ക് കട്ടിങ് കാണാൻ, അവരും എന്റെ കേക്ക് കട്ടിങ്ങിന് ഇൻക്ലൂഡഡ് ആയിരുന്നു. അതും സോ നമുക്ക് നൈറ്റ് കാണാം. നൈറ്റ് അല്ല, ഡിന്നർ ഡേറ്റിൽ കാണാം. ഡിന്നർ ഡേറ്റിൽ കാണാം ഗൈസ്. രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് പോകും ഗൈസ്. അതുകൊണ്ടാണ് ഇപ്പൊ കട്ട് ചെയ്തത് ഗൈസ്. നാളെ ഇനി വരുമോന്ന് തന്നെ അറിയില്ല. വരോ അന്നെങ്കിൽ ഞാനും കുഞ്ഞായിട്ട് ഡിന്നർ ഡേറ്റിന് കാണാം. ഹായ് ഗൈസ്, അങ്ങനെ നമ്മള് മിഡ് നൈറ്റിൽ കേക്കൊക്കെ കട്ട് ചെയ്തു. ഇനി നമ്മൾ പോകാൻ പോണത് ഫുഡ് അടിക്കാൻ ഗൈസ്. നമ്മൾ ഉച്ചയ്ക്ക് തട്ടിക്കൂട്ട ഫുഡൊക്കെയാണ് കഴിച്ചത്. പിന്നെ നൈറ്റ് നമ്മൾ ഡിന്നർ ഡേറ്റ് അല്ല, ബർത്ത്ഡേ സെലിബ്രേഷൻ പോലെ പുറത്തോട്ട് ഫുഡ് കഴിക്കാനാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ പോവാത്തൊരു റെസ്റ്റോറൻറ്റിലാണ് പോകാൻ തീരുമാനിച്ചേക്കണം കേട്ടോ. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം ഗൈസ്. കുഞ്ഞാപ്പിനെ ഏട്ടൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അപ്പോഴേക്കും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. അതുപോലെ തന്നെ ഗൈസ്, എൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത ഈച്ച് ആൻഡ് എവ്രി വൺ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അങ്ങനെ 24 വയസ്സായി ഗൈസ്. അയ്യോ, ഇനി ഒരു വർഷം കഴിഞ്ഞ് 25 പിന്നെ ഒരു 5 വർഷം കഴിഞ്ഞ് 30 വയസ്സ്. ഈശ്വര, എന്തൊരു പെട്ടെന്നല്ലേ നമ്മുടെ ദിവസങ്ങളും മാസങ്ങളും വയസ്സും ഒക്കെ പോണത്. ഇപ്പോൾ കുഞ്ഞാപ്പിക്ക് 3 വയസ്സാവാറായി. ഡിസംബറിലേക്ക് 3 വയസ്സ്. അയ്യോ, ആലോചിക്കുമ്പോഴേ പേടിയും തലയും കറങ്ങണ വിഷമവും ആവണം. നമ്മളുടെ ആ ഒരു പ്രായമൊക്കെ ഇങ്ങനെ കടന്നു പോവല്ലേ. അയ്യോ, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇവിടെ ഫുൾ സെറ്റ് ആയിട്ടാണ് തോന്നണേ. കുഞ്ഞാപ്പി കണ്ണടക്കം വെക്കണ്ട. അച്ഛൻ സെറ്റായി ഗൈസ്. അച്ഛനെ നോക്കട്ടെ. ഇവിടെ ഒരാളെ നോക്കി കണ്ണടക്ക വെച്ച്. ഇവിടെ ആരാ നമ്മള് പൊക്കോണ്ടിരിക്കുക. നമ്മള് ആദ്യം പറഞ്ഞ ഹോട്ടലിൽ പോവണ്ടെന്ന് വിചാരിച്ചു. നമ്മളിപ്പോ വീടിന്റെ അടുത്തൊരു ത്രീ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട് സ്കൈ ട്രീറ്റ് ആയിരുന്നു അത്. ഇപ്പൊ 3 ബ്രദേഴ്സ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഇതുവരെ പോയിട്ടില്ല. അപ്പൊ അവിടേക്കാണ് നമ്മളിപ്പോ പോണത്. ഇവിടെ ഒരു ഹോട്ടല് തപ്പി നടന്ന് അവസാനം ഹോട്ടൽ അടയ്ക്കാറാവുന്ന തോന്നുന്നുണ്ട് എനിക്ക്. 3 ബ്രദേഴ്സിന്റെ അവിടേക്ക് പോകാന്ന് വിചാരിച്ചു, അതടവ്. വേറെ സ്ഥലത്ത് വിളിച്ച് ചോദിച്ചു, അതടവ്. ഇപ്പൊ വേറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അതെന്താവും അറിയില്ല. കുഞ്ഞാപ്പിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിച്ചല്ലോ, ആ ഹോട്ടലിലേക്കാണ് പോണേ. ഐ മീൻ റെസ്റ്റോറന്റിലേക്കാണ് പോണേ. അതെന്താവും അറിയില്ല. എന്തൊരു കഷ്ടാന്നറിയോ അല്ലേ കുഞ്ഞാപ്പി? മിക്കവാറും കഞ്ഞിയും പയറും വീട്ടിൽ പോയിട്ട് കഴിക്കേണ്ടി വരും തോന്നുന്നുണ്ട്. കഞ്ഞിയും പയറും കുറച്ച് കാൻഡിൽ കത്തിച്ച് വയ്ക്കാം. കാൻഡിൽ ലൈറ്റ് ഡിന്നർ കഞ്ഞിയും പയറും ചമ്മന്തിയും. സാധനം ഗൈസ്, ഒരു ഹോട്ടല് വിളിച്ച് ചോദിച്ചപ്പോ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. നോൺ വെജും ഉണ്ടെന്ന് പറഞ്ഞു. നമ്മള് ഒരു തവണ അവിടെ പോയിട്ടുണ്ട്. സോ ഏട്ടന് ഒരു ദിവസം മീൻ കഴിക്കാൻ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് മീൻ കറി മേടിക്കാൻ, മീൻ കറി അല്ലല്ലോ, മീൻ വറുത്തത് മേടിക്കാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഹോട്ടല് സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, ഒരുപാട് റെസ്റ്റോറന്റ് ഉണ്ട്. പക്ഷെ ഫുൾ വെജ് ആണ്. നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് നോൺ വെജ് അല്ലേ. അതിൽ ലിമിറ്റഡ് ആയിട്ടുള്ള കടകളുള്ളൂ. ആ റെസ്റ്റോറൻറ്റ്സ് ഫുൾ അടച്ചിട്ടേക്കാണ്. ഭയങ്കര ബുദ്ധിമുട്ട് ഇവിടെ. അതല്ലേ ഫ്രണ്ട്സ്, അതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റ്. ഇത് ഹോട്ടൽ പ്ലസ് റെസ്റ്റോറന്റ് ആണ് ഗൈസ്. ഇത് ഹോട്ടൽ, ഐ മീൻ ഇത് ഹോട്ടലും റെസ്റ്റോറന്റും ഇതാണ് ഹോട്ടൽ. ഇവിടെ പരിപാടി അവതരിപ്പിച്ചാൽ തന്നെ അവസ്ഥ. ലിഫ്റ്റ് വർക്കാണ് ഇതിപ്പോ. എന്ത് കഷ്ടാന്ന് നോക്കിയേ. നമ്മള് നടന്ന് പോവാ ഗൈസ്. എന്നൊക്കെയാണ് ഇവിടുത്തെ വ്യൂ. നല്ല രസം കേട്ടോ അവിടെ. സംഭവം കൊള്ളാം. തിരിച്ച് നടക്കാൻ വയ്യ. ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഇറക്കായ കാരണം കുഴപ്പമില്ല. എന്നാലും
അയ്യോ എത്തി ഗൈസ്, അങ്ങനെ എത്തി. ഈ ജയ്സൽമീറിലുണ്ടല്ലോ എല്ലാ ബിൽഡിങ്ങും ഗോൾഡൻ യെല്ലോയിഷ് ബ്രൗൺ ടോണാണ്. ഇതാണ് ജയ്സൽമീറിന്റെ ഗോൾഡൻ സിറ്റി എന്ന് പറയുന്നത് ഗൈസ്. ഞാൻ ഉണ്ടല്ലോ ഇവിടെ ഫസ്റ്റ് വന്ന് ഇറങ്ങിയപ്പോ എന്റെ കണ്ണടിച്ചു പോയി, മൊത്തം മഞ്ഞപ്പ്. ഇനി ഇപ്പൊ ശീലായി, കണ്ട് 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 ശീലായി. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കഴിക്കണം, കാഴ്ചയും കണ്ട് നമുക്ക് കഴിക്കാം. നന്നായില്ലേ അവിടെ ലെൻസ് കാർട്ടുണ്ട്, എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ എന്റെ കെട്ടിട്ടുണ്ട്, ഇവിടെ എന്റെ കുട്ടിയുണ്ട്. അപ്പൊ ഗായ്സ് അങ്ങനെ കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്ത ഡിന്നർ ഡേറ്റ് ഫ്ലോപ്പായെന്ന് വെച്ചാൽ ഫ്ലോപ്പായി. ഇത് നല്ല നല്ല റെസ്റ്റോറന്റ് ആണ് നമ്മൾ നമ്മുടെ മനസ്സിൽ ഇത് പെട്ടെന്ന് വന്നില്ല. പിന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തൊന്നും ലൈക്ക് തുറന്നിട്ടില്ല, അത് വേറെ കാര്യം. പിന്നെ എന്റെ ഔട്ട്ഫിറ്റ് അതിനുണ്ട് ഗൈസ്. ബർത്ത്ഡേ കുഞ്ഞിന്റെ ആണെങ്കിലും നമ്മൾ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടിരിക്കണ്ട. പിന്നിപ്പോ എന്താ ഞങ്ങൾ ഇന്ന് ഫുൾ ബ്ലൂ ഗൈസ്. ഇവിടെ ബ്ലൂ, ഏട്ടൻ ബ്ലൂ, ഞാനും ബ്ലൂ. ഞങ്ങളത് കഴിക്കണം ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുക. ഇതാണ് ഫുള്ള് വേറെ ഏതോ ഭാഷയിലാണല്ലോ ചോദിക്കുന്നത്. ഇതൊരു മിനിറ്റ് വെജിന്റെ ആണോ? എനിക്ക് വിട്ടു തന്നേക്കാണോ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തോളാം പറഞ്ഞിട്ട്. ഞാൻ നോക്കട്ടെ. ഇവിടെ ഒരാൾ കണ്ണട വെച്ചിരിക്കണോ? കുഞ്ഞുവിന് കൊടുത്ത ഓപ്ഷൻ വേറൊന്നും കൊണ്ടല്ല, ബില്ലും കുഞ്ഞാണ് പേ ചെയ്യുന്നത്. അത് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് എന്റെ ഗിഫ്റ്റ്. ഏട്ടന് ഇപ്രാവശ്യം ഗിഫ്റ്റ് ഒന്നും ഇല്ല. ഏട്ടാ എനിക്ക് ഗിഫ്റ്റ് മേടിച്ചതായിട്ട്. സോ ഞാൻ ഗിഫ്റ്റ് ഒരു വലിയ ഡിന്നർ ഡേറ്റ്, കാൻഡിൽ ലൈറ്റ് പഠിച്ചോ. വലിയ ഡിന്നർ ഡേറ്റ്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഓർഡർ ചെയ്യാം. ഇഷ്ടമുള്ള ഓർഡർ ചെയ്യാം. ഞാൻ ഇല്ലാന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള ഓർഡർ ചെയ്യാം. കാൻഡിൽ ലൈറ്റിന്റെ ഇവിടെ ഒന്നും പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. ഇവിടെ അങ്ങനത്തെ സംഭവം ഒന്നും ഇല്ല. അത് വെക്കാം. നമുക്ക് 2 കാൻഡിൽ കൊണ്ടുപോകാല്. ചേച്ചി അപ്പാന്ന് വിളിക്കോ, കുഞ്ഞിതൊക്കെ അച്ഛന്ന് വിളിക്കോ. അച്ഛോ എന്റെ ഒരു സ്നേഹം എത്ര പേരുണ്ടാവും. ഇവിടുത്തെ ലൈറ്റിങ് ഭയങ്കര ഷോക കണ്ടോ, സുഖം കിട്ടുന്നില്ല വീഡിയോസ്. ഞാൻ എന്റെ ലൈറ്റ് എടുക്കാനും മറന്നു. ഭയങ്കരമായിട്ട് ഇങ്ങനെ വിചാരിച്ചോട്ടെ. ഇപ്പൊ ഓക്കെ. ഞങ്ങളിപ്പോ ഒരു ചായ പറഞ്ഞേക്കാം ഗൈസ്. ചായ കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. നല്ല രസം എന്റെ മുടി ഇത് എടുക്കണത്. ഒന്നും ചെയ്തിട്ടില്ല കേട്ടാ, ഒന്നും ചെയ്തിട്ടില്ല മുടിക്ക്. പക്ഷെ നല്ല രസമായിട്ട് എടുക്കണം. ഇത് കൊള്ളില്ല, ഈ ഭാഗം കൊള്ളില്ല. പക്ഷെ ഈ ഭാഗം നല്ല രസമായിട്ട് എടുക്കും. ചായ വന്നു ഗൈസ്. നമുക്ക് ചായ കുടിക്കാം. അയ്യോ എന്റെ മുടി എനിക്ക് നല്ല ഇഷ്ടമായി. ഈ സൈഡ് കൊള്ളില്ല, ഈ സൈഡ് രസമില്ല. പക്ഷെ ഈ സൈഡ് അങ്ങനെ കേൾ ചെയ്ത് എടുക്കണം. ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ. അത് വേറെ കാര്യം, ഞാൻ അപ്ലൈ പറയാം. മുടിക്ക് വേണ്ടിട്ട് ഞാൻ ഒന്നും മേടിക്കില്ല. സ്ട്രെയിറ്റ്നറോ കേളറോ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. മേടിക്കാൻ കൈ ഇങ്ങനെ ഞെക്കും. പക്ഷെ ഞാൻ മേടിക്കില്ല. കാരണം മേടിച്ച് വല്ല പരിപാടിക്കൊക്കെ പോകുമ്പോ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിട്ട്. പക്ഷെ മേടിച്ചു കഴിഞ്ഞാൽ അത് സ്ഥിരം യൂസ് ചെയ്യും. അത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സാധനം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പറ്റില്ലല്ലോ. അപ്പൊ എനിക്ക് മേടിക്കണം എന്ന് തോന്നുന്നു. എപ്പോഴെങ്കിലും എനിക്ക് മേടിക്കണം. പക്ഷെ മേടിക്കാനുള്ള ഒരു ഇത് വരുമ്പോ അപ്പ എന്റെ മനസ്സ് പറയും മേടിക്കരുത്. എനിക്ക് നല്ല മുടിണ്ടായിരുന്നു. സലാലയിലൊക്കെ ഒരു പരിപാടിക്ക് ഇങ്ങനെ സ്ട്രേറ്റ് ചെയ്ത് മിക്ക മുടികളും പോയത്. ഐ മീൻ ടെമ്പററി കേട്ടോ, പെർമനന്റ് ആയിട്ട് സ്ട്രേറ്റ് ചെയ്തിട്ടില്ലേ. അതുപോലെ അപ്പൊ എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല ഈ കാര്യത്തില്. അതുകൊണ്ട് ഇപ്പൊ അത് മേടിക്കാത്തത്. ചായ കുടിക്കാം. നല്ല ചായ ഗൈസ്, അടിപൊളി.
നല്ല ചായ ആണ് കേട്ടോ. വെള്ളം തരാം കേട്ടോ. അപ്പൊ ചായ കുടിച്ചിട്ട് വരാം. അപ്പൊ നമ്മുടെ ഫുഡ് വന്നു. ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈ, എന്താ ചിക്കൻ ചില്ലി ചിക്കൻ, ബട്ടർ നാൻ. നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ ഗൈസ്. കഴിക്കാം. അപ്പൊ ബൈ. അപ്പൊ വെള്ളം കിട്ടേരും നിനക്ക് തരാം. എന്നാ ചിക്കൻ ഇട്ടു ഗൈസ്. ചിക്കൻ ഫ്രൈ വേണ്ട, സവാള എനിക്ക് ഇഷ്ടമല്ല. ചിക്കൻ ലെഗ് അതിട്ടോ കുഴപ്പമില്ല. ചിക്കൻ ലെഗ് ചെറുതാണല്ല. ഇനി ഫ്രൈഡ് റൈസ് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഗൈസ് ഫ്രൈഡ് റൈസ് എങ്കിലും ഉണ്ട് നോക്കട്ടെ ഗൈസ്. അത് നമുക്ക് ചില്ലി ചിക്കനിൽ നിന്ന് തുടങ്ങാം. അതവിടെ വെച്ച കുഞ്ഞാബി, നീ കളിക്കല്ലേ കുഞ്ഞാബി? അതിനോട് നല്ല ചൂട്. ചിക്കൻ ചില്ലി കൊള്ളാം. ചിക്കൻ ചില്ലിന്ന് വരണം എന്റെ വയല്. ചില്ലി ചിക്കൻ കൊള്ളാം. ചിക്കൻ ഫ്രൈ ഭയങ്കരമായിട്ട് ഹാർഡായി പോയി. ഭയങ്കര ഹാർഡ്. ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഹാർഡാ. ഞാൻ ഫ്രൈഡ് റൈസിനും കൂടി ടേസ്റ്റ് പറയട്ടെ കേട്ടോ. ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടെന്ന് നോട്ടെ. റൈസിന് ഉപ്പ് കുറച്ച് കൂടുതലാ. എന്നാലും നമുക്ക് ടേസ്റ്റ് പോയി. കുറച്ച് ഉപ്പ് കൂടുതലാ. ടേസ്റ്റ് ഉണ്ട്. എനിക്ക് അത്ര ഇഷ്ടായില്ല ഫ്രൈഡ് റൈസ്. അത്ര ഇഷ്ടായില്ല കേട്ടോ. ബട്ടർ നാന് ഒരെണ്ണം മേടിച്ചത് നന്നായില്ലേ? ഫ്രൈഡ് റൈസ് നമ്മൾ ഒരെണ്ണം മേടിച്ചോളൂ. ബട്ടർ നാനും ചില്ലി ചിക്കനും അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ആക്ച്വലി എനിക്കുണ്ടല്ലോ ചിക്കൻ വറുത്തത് ഭയങ്കര ഹാർഡായിട്ടാണ് തോന്നിയത്. പക്ഷെ ഏട്ടന് ഭയങ്കര ജ്യൂസി ആയിട്ടാണ് തോന്നിയത്. വായിൽ വെക്കുമ്പോ ഏട്ടൻ മെഡിക്കൽ സ്റ്റൈലായിരുന്നു. വായിൽ വെക്കുമ്പോ തന്നെ അലിഞ്ഞു പോവാണ്. എനിക്ക് പക്ഷെ നല്ല ഹാർഡായിട്ട് തോന്നിയാ. എനിക്കറിയില്ല. കൊള്ളാം. ടേസ്റ്റിന് കോംപ്രമൈസ് ഒന്നുമില്ല. ടേസ്റ്റ് കൊള്ളാം. ഈ ഫ്രൈഡ് റൈസ് ആണ് അത്ര ഇഷ്ടമാവാണ്ടിരുന്നത്. ഫ്രൈഡ് റൈസ് എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഇഞ്ചിയുടെ ഭയങ്കര കുത്ത്. ചില്ലി ചിക്കൻ കൊള്ളാം. എനിക്കത് അങ്ങനെ ഞാൻ പറയാം. ചില്ലി ചിക്കൻ കൊള്ളാം ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു. നമ്മളിത് വീണ്ടും താഴേക്ക് ഇറങ്ങാൻ. ലിഫ്റ്റ് വർക്ക് ആവുന്നില്ല. അപ്പൊ നമ്മള് വീണ്ടും താഴേക്ക് ഇറങ്ങാം ഗൈസ്. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഫ്രൈഡ് റൈസ് ഒഴിച്ച് ബാക്കിയൊക്കെ ഇഷ്ടമായി. ഏട്ടന് ചിക്കൻ ഫ്രൈ ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട്. എനിക്ക് ഇഷ്ടമായി പക്ഷെ എനിക്ക് കുറച്ച് ഹാർഡായിട്ട് തോന്നി. ഏട്ടന് ഹാർഡായിട്ട് തോന്നിയില്ല എന്ന് പറയുന്നുണ്ട്. ബാക്കി ബട്ടർ നാൻ ഒക്കെ അടിപൊളിയാണ് ഗൈസ്. അപ്പൊ ഹോട്ടൽ പ്രിൻസ് ആണ്. ഇവിടെ ഉള്ളവരൊക്കെ വേറെ ഹോട്ടലും തപ്പി കണ്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വരാം. ഇവിടെ നല്ല ഫുഡാണ് ഉള്ളതിൽ വെച്ച്. നോൺ വെജ് ഉള്ളത് ഇപ്പൊ ഈ ഹോട്ടലിലാണെന്ന് തോന്നുന്നുണ്ട്. ബാക്കിയൊക്കെ അടച്ചിട്ടേക്കാം. ഈ വർഷത്തെ ബർത്ത്ഡേ കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ഈ മാസം ലാസ്റ്റ് ഒരു വെഡിങ് ആനിവേഴ്സറി വരുന്നുണ്ട് ഗൈസ്. ഞങ്ങളുടെ 4 വർഷം. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഈ മാസം ലാസ്റ്റ്. 4 വർഷമായി. അടുത്ത വർഷം 5 വർഷം. അടുത്ത വർഷം എല്ലാം നമുക്ക് 5ന്റെ ടേബിളാ. 5 വർഷത്തെ വെഡിങ് ആനിവേഴ്സറി. 30 വയസ്സ് ഏട്ടനാവും, 25 വയസ്സ് എനിക്കാവും. നമ്മള് ഫുഡൊക്കെ കഴിച്ചെത്തി. നമ്മൾ വന്ന് നടക്കാന്ന് വിചാരിച്ചു. ഭക്ഷണമൊക്കെ ഒന്ന് ദഹിക്കണ്ടേ. അപ്പൊ ഞങ്ങള് നടക്കാൻ ഇറങ്ങി ഗൈസ്. അവിടെ ഒരാള് പറഞ്ഞിട്ട് എടുക്കില്ല നടക്കണം.
വണ്ടി വരുമ്പോ കൈ പിടിച്ചാ മതി. വണ്ടി വരുമ്പോ കൈ പിടിച്ചാ മതി കുഞ്ഞാ. നീ വണ്ടി വരുമ്പോ കൈ പിടിച്ചാ മതി, എടുക്കണ്ട ആവശ്യമില്ല. ആ കണ്ടു. ആ ഇല്ല, വണ്ടി പോയി. ഇനി വാ. ഇത് തവള പോണു, തവള ചാടണം. നടക്ക് കുഞ്ഞേ. ഇല്ല, ഞാൻ നടക്കൂല. അയ്യോ. അപ്പൊ ഗൈസ് നല്ലൊരു ഡേ ആയിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വിഷ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. സോ ഇനി നമുക്ക് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ വ്ളോഗിൽ കാണാം. അതിനിട്ട് മുന്നേ എന്തെങ്കിലുമൊക്കെ ലോങ് വീഡിയോസ് ഇടാനുണ്ടെങ്കിൽ ഞാൻ ഇടാം. അല്ലെങ്കിൽ ഇനി നമുക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി വ്ളോഗ് 28-ാം തീയതി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഓണപ്പരിപാടി ഉണ്ട് ഗൈസ് ഇവിടെ. അതിനിട്ട് മുന്നേ ഓണം വരുന്നുണ്ടല്ലോ, അന്ന് പറ്റെങ്കിൽ സദ്യ ഉണ്ടാക്കും. ചിലപ്പോൾ സദ്യ ഉണ്ടാക്കില്ല, ഏട്ടൻ്റെ ഡ്യൂട്ടിയുടെ തിരക്കിലൊക്കെ ആകുമ്പോൾ കുഞ്ഞാപ്പിനെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ 28-ാം തീയതി നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും 30-ാം തീയതിയാണ് ഇവിടുത്തെ ഓണം സെലിബ്രേഷൻ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഓഫ് കോഴ്സ് ഞാൻ ഇടും. സോ ഗൈസ്, അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ.